അങ്ങനെ നമ്മുടെ മുട്ടാവേൽ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടാവിയലാണ്. കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മുട്ടാവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മുട്ടാവിയൽ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുമ്പോൾ വെള്ളത്തിലൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ പുഴുങ്ങിയ ശേഷം തണുത്ത വെള്ളത്തിലിട്ട് വെച്ച് വെള്ളത്തിൽ നിന്നെടുത്ത് നേരിട്ട് പൊളിച്ചെടുക്കുകയാണെങ്കിൽ മുട്ടത്തോട് എളുപ്പത്തിൽ പൊളിഞ്ഞു കിട്ടും. മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. മുട്ടാവിയൽ തയ്യാറാക്കാൻ ആവശ്യമായ അരപ്പുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ അരമുറി തേങ്ങ ചിരവിയത്, 1 തണ്ട് കറിവേപ്പില, 5 പച്ചമുളക്, 10 ചെറിയുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അധികം അരഞ്ഞു പോവാതെ ചതച്ചെടുക്കാം. ചേരുവകളെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തോട് കളഞ്ഞ് മുറിച്ചെടുക്കാം. മുട്ട നമുക്ക് 4 കഷ്ണങ്ങളാക്കി മുറിക്കാം. ഒരു നൂല് കൊണ്ട് മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നമുക്ക് എല്ലാം കഷ്ണങ്ങളാക്കി മാറ്റാം. പുഴുങ്ങിയ മുട്ട നമ്മൾ 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് തയ്യാറാക്കാം. നമ്മളിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ വെള്ളം കൂടുതലായി തോന്നുമെങ്കിലും വെന്ത് വരുമ്പോൾ പാകമായിക്കോളും. ഉരുളക്കിഴങ്ങ് ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. ഇതിൻ്റെ മുകളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കണം. ഈ വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് 1 മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടാവേൽ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.